ചേട്ടാ, ഏതൊരു ക്രൈം സീനിലും ദൈവം അവശേഷിപ്പിക്കുന്ന ഒരു തെളിവ് കുറ്റവാളിക്കായി ഉണ്ടായിരിക്കും എന്ന് പറയാറുണ്ട്. നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള പല കേസുകളുണ്ട്. ഇലഞ്ഞിപ്പൂക്കൾ തെളിയിച്ചൊരു കൊലപാതകം കായംകുളത്താണ്. അങ്ങനെ പല കേസുകളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ വ്യത്യസ്തമായ ഒരു ക്രൈം കഴിഞ്ഞ ഡിസംബർ 29-ന് നടക്കുന്നു. മധ്യപ്രദേശിലാണ് ഇത് നടക്കുന്നത്. മധ്യപ്രദേശിലെ ഗോളിയോറിലെ ഒരു വനപ്രദേശത്ത് ഒരു യുവതിയുടെ മൃതദേഹം ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്ത നിലയിൽ കണ്ടെത്തുന്നു. ഇവിടെ ആകെ അവശേഷിച്ചത് ഒരു ഓംലെറ്റാണ്. ആ ഓംലെറ്റിന് പിന്നാലെ പോയ പോലീസ് പ്രതിയിലേക്ക് എത്തി. ഓംലെറ്റ് കൊലപാതക കേസ് ഇത് ഇന്ത്യൻ ക്രൈം ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനേകം കേസുകളുണ്ട്. ചില കേസുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള പേരുകൾ വീഴാറുണ്ട്. അപ്പോൾ അതിലെ പുതിയൊരു പേരാണ് ഓംലെറ്റ് മർഡർ കേസ്. ഈ കേസ് എന്ന് പറയുന്നത് ഗോലകാമന്ദിർ പോലീസ് സ്റ്റേഷൻ, അവിടെയാണ് ഈ കേസ് ഉണ്ടാകുന്നത്. ഡിസംബർ 29 വൈകുന്നേരം ഗോലകാമന്ദിർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ വരികയാണ്. അവിടുത്തെ കട്ടേര ഫാമിന് അരികിൽ ഫോറസ്റ്റ് ഏരിയയിൽ ഒരു മൃതശരീരം കിടക്കുന്നു. ഇതാണ് പോലീസിന് ലഭിക്കുന്ന ഇൻഫർമേഷൻ. അങ്ങനെ പോലീസ് സ്ഥലത്തേക്ക് ചെന്ന് ഈ ബോഡി പരിശോധിക്കുമ്പോൾ ഇതൊരു സ്ത്രീയുടെ അർത്ഥനഗ്ന ശരീരമാണ്. പകുതി മാത്രമേ വസ്ത്രമുള്ളൂ. മുഖം ആരോ കല്ലുകൊണ്ട് അടിച്ച് തകർത്തിരിക്കുകയാണ്. മുഖം ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിൽ തകർത്ത് കളഞ്ഞു. പക്ഷേ ബോഡിക്ക് 24 മണിക്കൂർ പഴക്കം ആയിട്ടില്ല. കാരണം തലേന്ന് രാത്രിയിൽ എപ്പോഴോ ആണ് ഈ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. പോലീസ് അങ്ങനെ ഈ ബോഡി നേരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റി. തീർത്തും ബ്ലാങ്ക് ആണ്. ഒരു തെളിവുകളുമില്ല. ആരാണ് കൊന്നതെന്നില്ല, ആരാണ് മരിച്ചതെന്നില്ല. നമ്മുടെ ആ പുനലൂരിൽ പറഞ്ഞതുപോലെ, ആളുകേറാമലയിൽ സംഭവിച്ചതുപോലെ ആര് മരിച്ചു, ആര് കൊന്നു എന്നൊന്നും വ്യക്തതയില്ലാത്ത രീതിയിലുള്ള ഒരു തീർത്തും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കേസ്. അങ്ങനെ പോലീസ് ഇൻക്വസ്റ്റ് നടത്തുന്നതിനിടയിൽ പോലീസിന് ഒരു വസ്തു ലഭിക്കുന്നു. അതാണ് ഒരു ഓംലെറ്റ്. അത് ഈ മരിച്ചു കിടക്കുന്ന വനിതയുടെ അർത്ഥനഗ്ന ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ടോപ്പിലെ ഒരു പോക്കറ്റിലാണ് ഈ ഓംലെറ്റ് ഇരിക്കുന്നത്. ഇത് മാത്രമാണ് പോലീസിന്റെ കയ്യിൽ ആകപ്പാടെയുള്ള ഒരു വസ്തു. പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിക്കുന്നു. ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ തന്നെ പ്രൈമറി അസംഷൻ, അതായത് ഫോറൻസിക് സർജന്റെ പ്രാഥമികമായിട്ടൊരു നിഗമനമുണ്ടല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ ഒരാഴ്ച ആവുമെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിളിച്ചു വരുത്തി ഈ ഫോറൻസിക് സർജൻ പ്രാഥമികമായിട്ടുള്ള ഫൈൻഡിങ്സ് അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇത് കൊലപാതകമാണ്. കൊലപാതകം എന്ന് മാത്രമല്ല, ബ്രൂട്ടൽ റേപ്പ് ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുകൂടി ഈ ഫോറൻസിക് സർജൻ പോലീസിനോട് പറഞ്ഞു. അപ്പോൾ കേസ് കൂടുതൽ ടൈറ്റായി. അതായത് ഒരു സ്ത്രീയെ ആരോ കാട്ടിൽ കൊണ്ടുവന്ന് ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അത് മുഖം അടിച്ച് വികൃതമാക്കിയിരിക്കുന്നു. പക്ഷേ ഉത്തരമില്ല. ആരും മരിച്ചതായിട്ടൊരു വിവരവുമില്ല. അങ്ങനെ ഈ പറയുന്ന ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിലേക്ക് ഇവർ AI പ്രകാരം ഒരു ചിത്രം നിർമ്മിച്ച് ഈ പറയുന്ന സിസ്റ്റത്തിലേക്ക് കയറ്റി വിടുന്നു. ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ഇതിലേക്ക് കയറ്റി വിട്ടു. ഇതുവഴി പോലീസിൻ്റെ പല മേഖലയിലേക്കും ഇത് പടർന്നു പോകും. AI പ്രകാരം നിർമ്മിച്ച ചിത്രമാണ്. മുഖം തകർന്നു പോയല്ലോ. അതുകൊണ്ട് AI പ്രകാരം ഇതിൻ്റെ ഒരു മുഖം തയ്യാറാക്കി, ഈ ബോഡിയുടെ ഒരു മുഖം തയ്യാറാക്കി എടുക്കുകയായിരുന്നു. നേരത്തെയൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ, നമുക്കൊക്കെ ആണെങ്കിൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ആളെ വിളിച്ചു വരുത്തി ഇത് രേഖാചിത്രം തയ്യാറാക്കണമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം AI വഴി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ AI വഴി തയ്യാറാക്കി എടുത്ത് ഈ പറയുന്ന ക്രൈം ആൻഡ് ക്രിമിനൽ നെറ്റ്വർക്കിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആ ഒരു സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും ഇത് സെൻഡ് ചെയ്യപ്പെടും. ഓട്ടോമാറ്റിക്കലി അവരുടെ എല്ലായിടത്തും ലഭിക്കും. അത് ഈ രീതിയിൽ സ്പ്രെഡ് ചെയ്തത് വഴി ഇത് മരിച്ചത് സംഗീത പാൽ എന്ന് പറയുന്ന ഒരു യുവതി ആണെന്ന് മനസ്സിലായി. ടിക്കങ്കർ സ്വദേശിനിയാണ് ഈ സംഗീത പാൽ. സംഗീത പാലാണ് മരിച്ചത്. എങ്കിൽ സംഗീത പാലിനെ ആര് കൊന്നു? അടുത്ത ചോദ്യം അതാണ്. ഇതൊക്കെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ SP ഈ കേസ് ഏൽപ്പിച്ചത് ഒരു SI ആണ്. ഒരു സബ് ഇൻസ്പെക്ടറെ ഈ കേസ് ഏൽപ്പിച്ചു. സോനം രഘുവൻഷി എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടറെയാണ് ഈ കേസ് അവിടുത്തെ SP ഏൽപ്പിച്ചത്. അവരാണ് ഇതെല്ലാം ചെയ്തത്. ഈ പറയുന്ന ഓംലെറ്റ് എടുത്തതും ഈ AI നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തതും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. അങ്ങനെ ഈ ടിക്കങ്കർ സ്വദേശിനിയായിട്ടുള്ള സംഗീത പാലിനെ ആര് കൊന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ അന്വേഷണം. സംഗീത പാൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതും ഗോളിയോറിലാണ്. ഇവർ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുടുംബവുമായിട്ട് തീർത്തും എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായി. അതിനുശേഷം ഈ യുവതി വന്ന് ഗോളിയോറിൽ താമസിക്കുകയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ഈ സംഗീത പാലിൻ്റെ റൂം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. അപ്പോൾ സംഗീത പാലിന് അവിടെയും പുറത്ത് ഇങ്ങനെയുള്ള മർഡർ ചെയ്യാൻ സാധ്യതയുള്ള ആരും തന്നെയില്ല. ഒരുപാട് പേരുടെ അന്വേഷിച്ചെങ്കിലും സംഗീതപരമായിട്ട് അങ്ങനെ എന്താ പറയുക, ഒരു കൊലപാതകം നടത്തുന്ന രീതിയിൽ ഒരു കാര്യം ഇല്ല. അങ്ങനെ ഇരിക്കെ
പെട്ടെന്നാണ് ഈ ഓംലെറ്റിൻ്റെ കാര്യം ഈ ഉദ്യോഗസ്ഥന് ഓർമ്മ വരുന്നത്. അത് നേരെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകം നടന്നതിൻ്റെ അടുത്ത് എവിടുന്നെങ്കിലും ആണ് ഇത് വാങ്ങിയതെങ്കിൽ അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്താം എന്ന തീരുമാനത്തിൽ ഇത് തൊട്ടടുത്ത കടകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തി. ഈ ബോഡിയുടെ ടോപ്പായിരുന്നു ആകെപ്പാടെയുള്ള ഒരു എന്താ പറയുക എവിഡൻസ്. ഈ ടോപ്പിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ ഓംലെറ്റും വെച്ചിട്ട് ഇത് കൊണ്ടുപോയി കടകളിൽ കാണിച്ച് നിർമ്മിച്ച ഫോട്ടോയുമുണ്ട്. ഇതും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന തട്ടുകടയിൽ ആ സമീപത്തെ കടകളിലൊക്കെ കയറി ഇറങ്ങിയത്. ഒരു കടക്കാരൻ പറഞ്ഞു, ഒരു ഗ്രീൻ മങ്കിക്കാപ്പിട്ട ഒരു യുവതി ഒരു യുവാവിനൊപ്പം വന്നിരുന്നു. ഈ യുവാവിൻ്റെ കഴുത്തിൽ ഒരു റെഡ് ഷാളും ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇതാണ് ഇയാൾ പറയുന്നത്. ഇയാളുടെ പറയുന്നത് അനുസരിച്ച് CCTV ഫുട്ടേജ് എടുത്തപ്പോൾ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇവർ രണ്ടുപേരും നിൽപ്പുണ്ട്. ഈ രണ്ടുപേർ നിൽക്കുന്നതിൽ ഒരാൾ, അതായത് ഈ സ്ത്രീയുടെ ഒപ്പമുള്ള ആൾ എന്ത് ചെയ്യുന്നു, ഫുഡ് വാരി ഈ സ്ത്രീയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ CCTV ഫുട്ടേജാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടപ്പോൾ നാഷണൽ മീഡിയയിലൊക്കെ പുറത്തു വന്നത്. ഈ ഫുഡ് ഇങ്ങനെ വാരി വായിൽ വെച്ച് കൊടുക്കുന്നത്. ഈ ദൃശ്യം പോലീസിന് ലഭിച്ചു. ദെൻ അയാൾ ആരാണ് എന്നത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. പിന്നീട് അയാൾ എങ്ങോട്ട് പോയി, അത് CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ അന്വേഷണം പോലീസ് നടത്തി. ഒപ്പം ഈ പറയുന്ന സംഗീത പാലിൻ്റെ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. അപ്പോഴാണ് ഈ പറയുന്ന സച്ചിൻ സെൻ എന്ന് പറയുന്ന ഒരു 26 വയസ്സുകാരനിലേക്ക് ഈ അന്വേഷണം ചെന്ന് നിന്നത്. അയാളുടെ ഫോണിലേക്ക് കോൾ പോയിട്ടുണ്ട്. നിരന്തരം കോളുകൾ അങ്ങോട്ടും പോയിട്ടുണ്ട്, നിരന്തരം തിരിച്ചും വന്നിട്ടുണ്ട്. അങ്ങനെ സച്ചിൻ സെൻ അപ്പോൾ എവിടെയുണ്ട്? അതായിരുന്നു പോലീസിൻ്റെ അടുത്ത അന്വേഷണം. അങ്ങനെ സച്ചിൻ സെന്നിൻ്റെ ഫോട്ടോ ഒന്നും തന്നെ പുറത്തു വിട്ടിരുന്നില്ല, പോലീസ് പുറത്തു വിട്ടിരുന്നില്ല. അങ്ങനെ സച്ചിൻ സെന്നിൻ്റെ ഈ ലൊക്കേഷൻ എടുത്തപ്പോൾ അയാൾ ആ സമയത്ത് ഗോളിയർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് അയാൾ അവിടെ ഇരിക്കുകയാണ്. പോലീസ് നേരെ അവിടേക്ക് ചെല്ലുമ്പോൾ ഇയാൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടി. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ സമ്മതിച്ചു, ഞങ്ങൾ സൗഹൃദത്തിലായിരുന്നു, ഞാനാണ് അവരെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതെന്ന്. ഇതാണ് ഓംലെറ്റ് കൊലപാതക കേസ്. അതായത് മധ്യപ്രദേശ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എന്താ പറയുക ബ്ലാങ്ക് ആയിട്ടുള്ള കേസിൽ അവർക്കൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റി. ഓംലെറ്റ് സഹായകമായി. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടും ആ പുല്ലൂരിലെ ആളുകേറാമലയിലെ സംഭവം ഏതാണ്ട് 2 മാസത്തിൽ കൂടുതലാവുന്നു. ഇതുവരെ ആരാണെന്ന് പോലും കണ്ടുപിടിക്കാൻ, CCTV മരിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് വരെ നമ്മുടെ പോലീസ് സംവിധാനത്തെ നമ്മൾ കുറ്റം പറയല്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. അതേസമയം അവിടെ ഒരു ഓംലെറ്റ് വെച്ച് വരെ പ്രതിയെ പിടിച്ച് തുടങ്ങിയിരിക്കുന്നു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്. ശരി.